DNA ആസ്ട്രോളജിയിലും പരമ്പരാഗത ജ്യോതിഷത്തിലും ചൊവ്വ മാഴ്സ് ഊർജത്തിന്റെയും പോരാട്ടവീര്യത്തിന്റെയും പ്രതീകമാണ്. മംഗളൻ എന്നും കുജൻ എന്നും ചൊവ്വ അറിയപ്പെടുന്നു. ചൊവ്വയുടെ പ്രധാന കാരകത്വങ്ങൾ ഇനി പറയുന്നു. പ്രധാന കാരകത്വങ്ങൾ: 1. സഹോദരങ്ങൾ, സിബ്ലിങ്സ്. പ്രധാനമായും അനുജനെ, യങ്ങർ ബ്രദർ സൂചിപ്പിക്കുന്നു. DNA ആസ്ട്രോളജിയിൽ സഹോദരങ്ങളുമായുള്ള ബന്ധവും അവർ വഴിയുള്ള കർമ്മഫലങ്ങളും ചൊവ്വയുടെ നില നോക്കി മനസ്സിലാക്കാം. 2. ഭൂമി, ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി. ഭൂമിയുടെ കാരകനാണ് ചൊവ്വ. വസ്തു ഇടപാടുകൾ, കൃഷിഭൂമി, വീട് നിർമ്മാണം എന്നിവ ചൊവ്വയുടെ അധീനതയിലാണ്. 3. ധൈര്യവും വീര്യവും, കറേജ് ആൻഡ് വാലർ. ഒരാളുടെ ശാരീരിക ശക്തി, ആത്മവിശ്വാസം, എന്തിനേയും നേരിടാനുള്ള ധൈര്യം എന്നിവ നൽകുന്നത് ചൊവ്വയാണ്. 4. രക്തം, ബ്ലഡ്. ശരീരത്തിലെ രക്തം, മജ്ജ, ബോൺ മാരോ എന്നിവയുടെ കാരകനാണ്. രക്തസമ്മർദ്ദം, രക്തസംബന്ധമായ അസുഖങ്ങൾ എന്നിവ ചൊവ്വയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5. ആയുധങ്ങളും അഗ്നിയും, വെപ്പൺസ് ആൻഡ് ഫയർ. തീ, ആയുധങ്ങൾ, യന്ത്രങ്ങൾ, മിഷനറി, വൈദ്യുതി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു. 6. സാങ്കേതിക വിദ്യ, എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്. എഞ്ചിനീയർമാർ, മെക്കാനിക്കുകൾ, സർജൻമാർ, സർജൻസ് എന്നിവരുടെ വിജയത്തിന് ചൊവ്വയുടെ ഫലം അത്യാവശ്യമാണ്. 7. ഭരണം അഥവാ സൈന്യം, പോലീസ് ആൻഡ് മിലിറ്ററി. പോലീസ്, പട്ടാളം, യൂണിഫോം ധരിച്ച ജോലികൾ, കായിക വിനോദങ്ങൾ, സ്പോർട്സ് എന്നിവയുടെ അധിപനാണ്. 8. കോപവും തർക്കങ്ങളും, ആങ്കർ ആൻഡ് കൺഫ്ലിക്ട്സ്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, വാദപ്രതിവാദങ്ങൾ, ശത്രുത, കോടതി കേസുകൾ എന്നിവയെ സൂചിപ്പിക്കുന്നു. 9. വിവാഹം, മാരേജ് ആൻഡ് മംഗ്ലിക്. ജാതകത്തിലെ ചൊവ്വാദോഷം, കുജദോഷ വിവാഹത്തെയും ദാമ്പത്യത്തെയും ബാധിക്കുമെന്ന് കരുതപ്പെടുന്നു. DNA ആസ്ട്രോളജിയിലെ പ്രത്യേകത: DNA ആസ്ട്രോളജി പ്രകാരം ചൊവ്വ നിങ്ങളുടെ മാതൃ സഹോദരനെയോ മാറ്റേണൽ അങ്കിൾ അല്ലെങ്കിൽ കുടുംബത്തിലെ പുരുഷകർമ്മങ്ങളെയോ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പൂർവികർ ഭൂമി സംബന്ധമായോ സൈനികപരമായോ ചെയ്ത കാര്യങ്ങൾ നിങ്ങളുടെ DNAയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചൊവ്വയുടെ സ്ഥാനം പറയും. മറ്റ് വിവരങ്ങൾ: നിറം ചുവപ്പ്, റെഡ്. രത്നം പവിഴം, റെഡ് കോറൽ. ലോഹം ചെമ്പ്, കോപ്പർ. ദിശ തെക്ക്, സൗത്ത്. ദൈവം സുബ്രഹ്മണ്യൻ, ലോർഡ് മുരുക ഓർ ഭദ്രകാളി. സ്വഭാവം പിത്തപ്രകൃതം, പിത്തദോഷം. ചൊവ്വയുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിലും പ്രവൃത്തികളിലും വളരെ ശക്തമാണ്. ചൊവ്വയുടെ കൂടുതൽ കാരകത്വങ്ങൾ ഇനി പറയുന്നു. ശാരീരികവും ആരോഗ്യപരവുമായ കാര്യങ്ങൾ: 1. മജ്ജ, ബോൺ മാരോ. ശരീരത്തിലെ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മജ്ജയുടെ പ്രധാന കാരകൻ ചൊവ്വയാണ്. 2. ശസ്ത്രക്രിയ, സർജറി. മുറിവുകൾ, ഓപ്പറേഷനുകൾ, രക്തം ചീന്തുന്ന സാഹചര്യങ്ങൾ എന്നിവ ചൊവ്വയുടെ സ്വാധീനത്തിലാണ്. 3. പേശികൾ, മസിൽസ്. ശരീരത്തിലെ പേശീബലവും കായികമായ കരുത്തും ചൊവ്വ നൽകുന്നു. 4. മുഖം, ഫേസ്. ജാതകത്തിൽ മുഖത്തെയും തലയെയും ചൊവ്വ പ്രതിനിധീകരിക്കുന്നു. മുഖത്തെ പാടുകൾ അല്ലെങ്കിൽ മുറിവുകൾ ചൊവ്വയുടെ നിൽപ്പ് അനുസരിച്ചായിരിക്കും. സ്വഭാവവും പ്രവൃത്തികളും: 5. നേതൃപാടവം, ലീഡർഷിപ്പ്. ഒരു സംഘത്തെ നയിക്കാനുള്ള കഴിവും ആജ്ഞാശക്തിയും ചൊവ്വയുടെ ഗുണമാണ്. 6. സാഹസികത, അഡ്വെഞ്ചർ. അപകടം പിടിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള താൽപര്യം. കായിക വിനോദങ്ങൾ, സ്പോർട്സ് എന്നിവ. 7. ശത്രുജയം, വിക്ടറി ഓവർ എനിമീസ്. ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള കഴിവും മത്സരബുദ്ധിയും. 8. അടക്കാനാവാത്ത ദേഷ്യം, ഇമ്പൾസീവ്നെസ്. ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന സ്വഭാവം, കലഹങ്ങൾ, വാശിയോടെയുള്ള സംസാരം.
തൊഴിലും ഭൗതിക സാഹചര്യങ്ങളും. 9. യന്ത്രങ്ങൾ, മെഷീനറി, വാഹനങ്ങൾ, വലിയ ഫാക്ടറികളിലെ യന്ത്രങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ. 10. റിയൽ എസ്റ്റേറ്റ്, ഭൂമി വാങ്ങുന്നതും വിൽക്കുന്നതും. നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൺസ്ട്രക്ഷൻ, ഇഷ്ടിക ചൂളകൾ. 11. പാചകം, കുക്കിംഗ്, അടുക്കളയിലെ തീയും കത്തിയും കൈകാര്യം ചെയ്യുന്നത് ചൊവ്വയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പാചകക്കാർക്ക് ചൊവ്വയുടെ അനുഗ്രഹം വേണം. 12. രസതന്ത്രം, കെമിസ്ട്രി, കെമിക്കൽസ്, മരുന്നുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവയുടെ കാരകനാണ്. DNA ആസ്ട്രോളജിയിലെ ഒരു പ്രത്യേകത. DNA ആസ്ട്രോളജിയിൽ ചൊവ്വ നിൽക്കുന്ന നക്ഷത്രം നിങ്ങളുടെ കുടുംബത്തിലെ അപകടങ്ങൾ, ഭൂമി തർക്കങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് സൂചന നൽകുന്നു. പൂർവികർ ഭൂമി സംബന്ധമായി പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഭൂസ്വത്തുക്കൾ എളുപ്പത്തിൽ വന്നു ചേരും. നിങ്ങളുടെ ജാതകത്തിൽ ചൊവ്വ 1, 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇതിനെയാണ് സാധാരണയായി ചൊവ്വാദോഷം എന്ന് പറയുന്നത്.